ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുപാട് ആളുകൾ നമുക്ക് പേഴ്സണലി കഴിഞ്ഞ പ്രാവശ്യം ഒരു മെസ്സേജ് ചെയ്തപ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ചെറിയ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നും കുറച്ചും കൂടെ ഒക്കെ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിരുന്നു. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. സോ ഇതൊരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആണ്. എല്ലാവരും ആ ഒരു രീതിയിൽ മാത്രം കാണുക. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിന്റെ കാര്യം ആദ്യമേ പറയുകയാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ദയവായി ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും ആൻഡ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തന്നെ പല രീതിയിൽ നമുക്കൊരു സ്റ്റോക്കിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്റ്റോക്കാണ് ഇപ്പോൾ ആദ്യം തന്നെ എടുത്തേക്കുന്നത്. അപ്പം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ ഞാനൊരു മന്ത് ചാർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ബേസിക്കലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബയേഴ്സ് ഇൻട്രസ്റ്റ് കാണിക്കുന്ന മേഖലയെ സപ്പോർട്ട് എന്നും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയെ നമ്മൾ റെസിസ്റ്റൻസ് എന്നും അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ വേറെ സംസാരിക്കാം, വേറെ രീതിയിലും പറയാം. എന്താ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറയാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് പറഞ്ഞപ്പോൾ ആളുകൾ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയാം. നമുക്ക് ഇതിന്റെ ഒരു ഇന്നർ അർത്ഥം എപ്പോഴും ഒന്ന് തന്നെയാണ്. ഓക്കെ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ള ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് നമുക്ക് മാർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ടൂൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ടൂൾസ് എന്ന് പറയുന്നത് ആദ്യം വേണം നമുക്കൊരു ട്രെൻഡ് ലൈൻ വേണം, പിന്നെ വേണ്ടത് ഒരു എക്സ്റ്റൻഡഡ് ലൈൻ വേണം. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാണ്, എന്താണ് ഒന്ന് ഫേവറേറ്റ് ചെയ്യുകയാണ്. അടുത്തത് ഹൊറിസോണ്ടൽ ലൈൻ വേണം, അടുത്തത് ഹൊറിസോണ്ടൽ റേ വേണം. അപ്പോൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വരയ്ക്കാൻ കഴിയും. സോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ നമുക്ക് ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് ഈ സ്റ്റോക്കിനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇതിന്റെ മേജർ സപ്ലൈ അല്ലെങ്കിൽ മേജർ റെസിസ്റ്റൻസിനെ നമുക്ക് വരയ്ക്കാൻ ശ്രമിക്കാം. സോ ഇപ്പം നമ്മുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് മാർക്കറ്റ് അല്ലെങ്കിൽ എന്താണ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ എല്ലാ അതായത് ഗ്രീഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ സാഡ്നെസ് ഇതെല്ലാം നമുക്ക് സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഒരു മനുഷ്യന്റെ ക്യാരക്ടർ എന്താണോ അതൊരു മിറർ പോലെ നമ്മുടെ ചാർട്ടിൽ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ നമ്മളൊരു റഗ്ഡായ ഒരാളാണെങ്കിൽ നമ്മുടെ ചാർട്ട് റഗ്ഡ് ആയിരിക്കും. ഇപ്പൊ മറിച്ച് നമ്മൾ കുറച്ചും കൂടെ മാർക്കറ്റിനെ ലഘുവായിട്ട് കണ്ട് മാർക്കറ്റിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ അതായത് നമ്മുടെ ചാർട്ടിലും ആ ഒരു രീതിയിൽ നമ്മൾ പിന്തുടരണം. അതായത് നമ്മുടെ ചാർട്ട് എന്ന് പറയുന്ന ഒരു മിററാണ്, നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ മിറർ ആയിരിക്കും നമ്മുടെ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ നമുക്ക് വിസിബിൾ ആയിട്ട് ഒരു റെസിസ്റ്റന്റ് ഏരിയ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മാർക്ക് ചെയ്യുന്ന ഒരു മേഖലകളിൽ ഒന്ന് ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, സോറി, ടൂൾസിൽ ആഡ് കയറി വന്നതാണ്. മഹീന്ദ്ര ചാർട്ടിൽ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. നമ്മൾ മാക്സിമം നമുക്കിത് ഷോർട്ട് ചെയ്ത് പറയാൻ നോക്കാം. ഓക്കെ, അപ്പൊ ആ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രഷർ വന്ന മേഖല എന്ന് പറയുന്നത് 3290 എന്ന് പറഞ്ഞ സോണാണ്. സോ ഇത് വിസിബിൾ ആണ്, കണ്ടില്ലേ? ഓരോ തവണയും സ്റ്റോക്ക് അപ്സൈഡ് പോയി ഒരു 3210 എന്നുള്ള റേഞ്ച് എത്തുമ്പോഴത്തേക്കും ആ മന്തിലെ ക്യാൻഡിൽ പിന്നെ ഡൗൺ സൈഡാണ് വരുന്നത്. ഇങ്ങനെ എത്രയോ മാസങ്ങളായിട്ട് ഈ സ്റ്റോക്ക് ഈ 3250 എന്നുള്ള റേഞ്ചിൽ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കി. സോ നമുക്ക് പറയാം മന്ത്ലി ക്യാൻഡിലിൽ ഈ ഒരു 3250 എന്നുള്ള റേഞ്ച് മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സപ്ലൈ സോൺ ആയിരുന്നു നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് വീക്ക്ലി ചാർട്ടിലേക്ക് പോവാം. വീക്ക്ലി ചാർട്ടിലായാലും ഈ ഒരു കാര്യം നമുക്ക് വിസിബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ കഴിയും. ഇത്രയും ദിവസവും ഇത്രയും കാലവും മാർക്കറ്റ് ഓരോ തവണ ആ ഏരിയ വരുമ്പോഴും മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ പ്യൂർലി വിസിബിൾ ആയിരുന്നു അല്ലേ. അപ്പൊ നമുക്കിവിടെ പല ടൂൾസും ഇതുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന പല ടൂൾസും ഇവിടെ ഉണ്ട്. പിന്നെ പാത്ത് എന്നുള്ള ടൂൾ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, പാത്ത് എന്നുള്ള ടൂളും കൂടെ ഞാൻ ഫേവറേറ്റ് ആക്കിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ അറിയാം, വീക്ക്ലിയിൽ ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് കാണിച്ചു തരാം. മാർക്കറ്റ് ഓരോ തവണ ഈ ഒരു റേഞ്ച് 3250 അല്ലെങ്കിൽ 32 ഈ ഒരു സോണിൽ എത്തുമ്പോഴും മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയാണ്. ഓരോ തവണ വരുമ്പോഴും ഡൗൺ സൈഡ് വരികയാണ്. ഇതാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ. അപ്പൊ എന്തുകൊണ്ട് അവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് 3250 എന്ന റേഞ്ച് വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക ഇതിന്റെ മാർക്കറ്റിന്റെ മൂല്യം അനുസരിച്ച് അല്ലെങ്കിൽ മഹീന്ദ്രയുടെ സ്റ്റോക്കിന്റെ വെർത്ത് അനുസരിച്ച് അവിടെ അതിനപ്പുറം പോകാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ആ ഭാഗത്ത് മുൻപേ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് കാരണം ആളുകൾ അവിടെ നിന്ന് അപ്സൈഡ് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കാണിക്കുന്നത് 3250 എന്നുള്ള ഒരു റേഞ്ച് അല്ലെങ്കിൽ 3250 എന്നുള്ള ഒരു സോൺ എത്തുമ്പോഴത്തേക്കും മാർക്കറ്റ് സെല്ലിംഗ് നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് മഹീന്ദ്രയുടെ ലോങ് ടേം റെസിസ്റ്റൻസ് ഏതായാലും ചോദിച്ചാൽ നമുക്കറിയാം ഇതാണ്. ആൻഡ് പിന്നെ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഈ ഒരു സ്റ്റോക്കിൽ ഒരു ലൈൻ കൊണ്ട് മാത്രം നമുക്ക് അല്ലെങ്കിൽ ഒരു ഇന്ന പോയിന്റ് ആണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു സോൺ ആയിരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വരച്ച് കാണിച്ചു തരാം. ഞാൻ റെക്ടാങ്കിൾ എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഫേവറേറ്റ് ചെയ്തിട്ടുണ്ട്. റെക്ടാങ്കിൾ വെച്ച് ഞാൻ വരച്ച് കാണിച്ചു തരാം. സി, ഇപ്പൊ നമുക്കറിയാം ഇന്ന ഏരിയ ഒരു ഇതാണ്. നമുക്ക് ഇന്ന പോയിന്റ് തന്നെ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ തുടങ്ങുന്നൊന്നുമില്ല. നമുക്കൊരു സോണായിട്ട് വരയ്ക്കാം. നിങ്ങൾ നോക്കിയതോ, അപ്പൊ നമ്മൾ വരയ്ക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടെ വ്യക്തത വരുത്താനായിട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്റ്റോക്കിൽ ഇങ്ങനെ ഒരു സോൺ വരച്ചു. അപ്പൊ നമുക്കറിയാം ഇന്ന സോണിൽ വരുമ്പോഴത്തേക്ക് ഇന്ന ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കിട്ടും. സോ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഒഴിവാവേണ്ടതാണ് എന്ന്. സോ കണ്ടില്ലേ, മാർക്കറ്റ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഇന്ന സോണിൽ ടച്ച് ചെയ്യുന്ന ഓരോ തവണ ഈ സോൺ ടച്ച് ചെയ്യുമ്പോഴും മാർക്കറ്റ് സെല്ലിംഗ് നടക്കുന്നു. സി, സിമ്പിൾ അല്ലേ? ശേഷം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഈ സോണ് ബ്രേക്ക് ചെയ്തു. സി, മാർക്കറ്റ് ഒരുപാട് തവണ ഈ ഏരിയയിൽ വന്നു. കണ്ടില്ലേ, ഓരോ തവണ വരുമ്പോഴും ഓരോ മാസമാണ്, ഓരോ വീക്കിൽ വരുമ്പോഴും ഓരോ വീക്കിലും ആ ഏരിയയിൽ സെല്ലിംഗ് നടന്നു. ആൻഡ് മാർക്കറ്റ് ഈ സോണ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ചെയ്ത് താഴെ വന്നു, റീടെസ്റ്റ് ചെയ്തു. സോ ഇവിടെ എന്താ നടന്നേക്കുന്നത് നോക്കി. അതാണ് ഇവിടുത്തെ അടുത്ത ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരുപാട് തവണ റെസിസ്റ്റൻസ് വന്ന മേഖല ഒരു തവണ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് പിന്നെ ഒരു സപ്പോർട്ടാവും. എന്താണ്? ഒരുപാട് തവണ, അതായത് മാർക്കറ്റിൽ ഒരുപാട് തവണ സെല്ലിംഗ് പ്രഷർ നടന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ആ ഒരു മേഖലയിൽ വന്ന് മാർക്കറ്റ് ഒരു തവണ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖല പിന്നെ ഒരു സപ്പോർട്ടായിട്ട് മാറും. സിമ്പിൾ അല്ലേ? കൺസെപ്റ്റ് സിമ്പിൾ ആണ്. അതായത് ഒരിക്കൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു, അപ്പം ഒരുപാട് ആളുകൾ ബൈ ചെയ്തു, സ്റ്റോക്ക് അപ്സൈഡ് പോയി. ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ഡിപ്പ് തന്നു, സ്റ്റോക്ക് ഒരു പുൾ ബാക്ക് തന്നു. ആ മേഖലയിൽ, അതായത് മുന്നേ ബ്രേക്ക് ചെയ്ത മേഖലയിൽ വരുമ്പോൾ പുതിയ ബയേഴ്സ് വരും. സോ അവർ കാണുന്ന എന്താണ്? ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു, അപ്പൊ തിരിച്ചിനി ആ ഏരിയ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സ്റ്റോക്ക് കൂടെ വാങ്ങി ഹോൾഡ് ചെയ്ത് അപ്സൈഡ് പോകാം. അപ്പൊ അതാണ് ഇവിടെ ബേസിക്കലി കണ്ടത്. സപ്പോർട്ട് ടേൺഡ് റെസിസ്റ്റൻസ്, മനസ്സിലായി? സപ്പോർട്ട് അല്ല, സോറി, റെസിസ്റ്റൻസ് ടേൺഡ് ഇൻടു സപ്പോർട്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ സംഭവിച്ചത്. റെസിസ്റ്റൻസ് എന്തായി? സപ്പോർട്ടായിട്ട് ടേൺ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു തിയറിറ്റിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഒരു ഏരിയ, ആ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ വീണ്ടും ബയേഴ്സിന്റെ പ്രസൻസ് കാണാം. സോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ നടന്നതും അതാണ്. മാർക്കറ്റ് തിരിച്ച് ഈ ഏരിയയിലേക്ക് വന്നു. അതിന്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് മാർക്കറ്റ് അപ്സൈഡ് പോയി. അതാണ് പറയുന്നത്, നമ്മുടെ ഒരു ട്രേഡർ എന്ന നിലയിൽ ഏത് സമയത്താണ് മാർക്കറ്റ് അപ്സൈഡ് പോകുന്നത്, ഏത് സമയത്താണ് മാർക്കറ്റ് ഡൗൺ സൈഡ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സി, നമുക്കിവിടെ ഡേ ചാർട്ട് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ്ലി കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയാം അല്ലേ? എന്താ നോക്കി, മാർക്കറ്റ് വരുന്നു ഓരോ തവണയായിട്ടും ഡേ ചാർട്ടിൽ ഓരോ ദിവസം വരുമ്പോഴും മാർക്കറ്റ് ഡൗൺ സൈഡ് വരുന്നു. കണ്ടില്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ മാർക്കറ്റ് ഒരു ദിവസം മാർക്കറ്റ് അപ്സൈഡ് പോകുന്നു, ആൻഡ് അപ്സൈഡ് പോയിട്ട് മാർക്കറ്റ് വീണ്ടും ഡൗൺ ട്രെൻഡ് വന്ന് ഈ ഒരു റേഞ്ച്, ഈ ഒരു സോണ് ഏരിയയിൽ എത്തിയപ്പോഴത്തേക്കും മാർക്കറ്റ് എന്താ പറയാ, വീണ്ടും ബയേഴ്സിന്റെ പ്രസൻസ് ഉണ്ടാവുന്നു ആൻഡ് അപ്സൈഡ് പോകുന്നു. സി, സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് ഞാനൊന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. മാർക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ആഡ് കയറി വരുന്നുണ്ട്, കാര്യം നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സപ്പോർട്ട് ഓരോ തവണ വരുമ്പോഴും ഓരോ റെസിസ്റ്റൻസ് മേഖല ബ്രേക്ക് ചെയ്യുമ്പോഴും ആ മേഖല പിന്നെ സപ്പോർട്ടായി മാറുന്നു. കണ്ടില്ലേ? ഓരോ തവണ വരുന്നു. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. കണ്ടോ? ഒരിക്കൽ ബ്രേക്ക് ചെയ്യുന്നു, തിരിച്ച് ആ ബ്രേക്കിംഗ് ചെയ്ത ഏരിയയിലേക്ക് വരുന്നു, മാർക്കറ്റ് അപ്സൈഡ് പോകുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബേസിക്കലി ഉള്ള കാര്യം. സി, ഇപ്പം നമുക്ക് വേറെ സോണായിട്ട് ഞാൻ വരച്ച് കാണിക്കാം. വേറെ ഏതെങ്കിലും സ്റ്റോക്ക്, നമുക്ക് ഇനി ഒരു സ്റ്റോക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എയർടെൽ എന്ന സ്റ്റോക്കിലേക്ക് നമുക്ക് പോവാം. എയർടെൽ, ഭാരതി എയർടെൽ എന്നാണ് പേര്. അപ്പം ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഭാരതി എയർടെലിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എവിടെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. മാർക്കറ്റിൽ നമുക്കിങ്ങനെ ലൈനായിട്ട് മാത്രമല്ല സപ്പോർട്ട് വരയ്ക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇങ്ങനെ ലൈന് അല്ലെങ്കിൽ ഇങ്ങനെ ലൈന് അങ്ങനെ മാത്രമല്ല ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിയുന്നത്. നമുക്ക് ഹൊറിസോണ്ടലായിട്ട് മാത്രമല്ല അല്ലാതെയും ട്രെൻഡ് ലൈൻസ് വെച്ചിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ കഴിയും. ഞാൻ ബേസിക്കലി നമുക്ക് നോക്കാം. ഇത് കണ്ടോ? മാർക്കറ്റ് ഓരോ തവണ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ, ഈ ട്രെൻഡ് ലൈനായിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഓരോ തവണ ഈ ഏരിയയിൽ വരുമ്പോഴും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നു എന്ന് പറയാം. അതായത് ഒരു ലൈനാണ് സിംപ്ലി നമ്മളിവിടെ വരച്ചത്. കണ്ടില്ലേ? അതായത് ഓരോ ടച്ച്, മാർക്കറ്റ് ഈ ഒരു ലൈനിൽ വരുന്നു, അടുത്ത 1 ടച്ച്, രണ്ടാമത്തെ ടച്ച്, മൂന്നാമത്തെ ടച്ച്. അപ്പൊ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കണം. ഒരു ഏരിയയിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ട് ഒരു 2-3 ടച്ച് ആ സോണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പറയാൻ കഴിയും ആ സോൺ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. ഇതൊരു പെർഫെക്റ്റ് ട്രെൻഡ് ലൈൻ ഒന്നും അല്ല, നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ട്രെൻഡ് ലൈൻസ് കിട്ടും. ഇത് കുറച്ചുകൂടെയൊക്കെ ലീനിയർ ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ട്രെൻഡ് ലൈൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ കുറച്ച് സ്റ്റോക്കുകളിലും കൂടെ നോക്കാം. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നിങ്ങളെ കറക്റ്റ് മനസ്സിലാക്കി തരാം.
ഓക്കെ, ഇതിൽ ഈ ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാം. ഇതാ സി നോക്കി, ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതിന് ഒരു ചുമ്മാ ഏതെങ്കിലും ഒരു സോണി വരയ്ക്കുകയല്ല, 2-3 ടച്ച് ആ സോണി വേണം. നമ്മളിങ്ങനെ ഒരു സോൺ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്താൽ, നമ്മളൊരു ട്രെൻഡ് ലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു, നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എത്ര തവണ ടച്ച് ചെയ്തു? മാർക്കറ്റ് ഈ ഒരു ഹൈയിൽ നിന്നും മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നപ്പോഴത്തേക്കും ഈ ഏരിയയിൽ ബൗൺസ് ചെയ്തു. നോക്കിയാൽ വീണ്ടും ഈ ഏരിയ ബൗൺസ് ചെയ്തു ആൻഡ് ഈ ഏരിയയിലേക്ക് ബൗൺസ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു ഏരിയയിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ ഇപ്പൊ അടുത്ത തവണ മാർക്കറ്റ് നമുക്ക് അപ്സൈഡ് പോയി തിരിച്ച് ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. ഓക്കെ, കണ്ടോ, വീണ്ടും ഈ ട്രെൻഡ് ലൈനിൽ വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഏരിയയിൽ വരയ്ക്കേണ്ടത്. ചുമ്മാ ഏതെങ്കിലും ലൈൻ വരയ്ക്കുക എന്നുള്ളതല്ല, മാർക്കറ്റ് ആ ലൈന്, അതായത് ആ ലൈനിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അതിൽ 3 ടച്ചെങ്കിലും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ടാവണം. മിനിമം 3 ടച്ചെങ്കിലും. കണ്ടില്ല, ഇവിടെ തന്നെ നോക്കി 3 ടച്ച് ഈ ഭാഗത്ത് വന്നപ്പോൾ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ട്രെൻഡ് ലൈൻ നമ്മൾ നീട്ടി വരച്ചപ്പോഴത്തേക്ക് ആ ഏരിയയിൽ വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിയാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ മാർക്കറ്റിൽ എന്താ പറയുക, അവിടെ ഒരു ബയേഴ്സിന്റെ പ്രസൻസ് ഉണ്ടാവും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇതേ കാര്യം ഈ ട്രെൻഡ് ലൈൻ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കാം. കണ്ടില്ലേ, നിങ്ങൾ നോക്കി, നമ്മളിവിടെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഒന്ന് അപ്സൈഡ് പോയി ഒരു ടച്ച് മുകളിൽ വരച്ചു. നമ്മുടെ ട്രെൻഡ് ലൈൻ ആ ലൈനിന് കണക്കാക്കി വരച്ചു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ തവണ ട്രെൻഡ് ലൈൻ വെക്കാൻ നേരത്തും ആ ട്രെൻഡ് ലൈനിൽ തട്ടി മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയാണ്. അതായത് അവിടെ സപ്പോർട്ട് എന്നുള്ള, ഇവിടെ താഴെ നമ്മൾ സപ്പോർട്ട് ആണെങ്കിൽ അതേ കൺസെപ്റ്റ് നമ്മൾ റിവേഴ്സ് ആയിട്ട് നമ്മൾ റെസിസ്റ്റൻസിലും കാണുകയാണ്. മാർക്കറ്റ് ഓരോ തവണ ആ ഏരിയയിൽ വരുമ്പോഴും ആ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് അടിക്കുകയാണ്. കണ്ടില്ലേ, വൈസ് വേഴ്സയാണ്. സപ്പോർട്ടിൽ എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത് ഓരോ തവണ വരുമ്പോൾ സപ്പോർട്ട് എടുക്കുകയാണെന്ന്, അതേപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസും അതേപോലെ ട്രെൻഡ് ലൈൻ വെച്ച് നമുക്ക് വരയ്ക്കാൻ കഴിയും. സിമ്പിൾ ആണ് കൺസെപ്റ്റ്, നമ്മൾ വലിയതായിട്ടൊന്നും കാണാനൊന്നും വേണ്ട. ഇതെല്ലാം നമ്മൾ ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 3 ടച്ചെങ്കിലും വേണം തുടക്കത്തിൽ തന്നെ. ഇതാ നോക്കി, 1, 2, 3, ഒരു 3 ടച്ച് എക്സാക്ട്ലി നമുക്കൊരു സെയിം ആയിട്ട് നമുക്ക് കിട്ടി. പിന്നെ 4ാമത്തെ ടച്ച് വീണ്ടും ആ ഏരിയ റെസിസ്റ്റൻസ് അടിച്ചു. മനസ്സിലായില്ലേ, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് പോകുന്നത്. നമ്മൾ വലുതായിട്ട് ചിന്തിച്ച് നമ്മൾ എന്താ പറയുക ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇതാ മാർക്കറ്റ് ഇതാ ഇങ്ങനെ വരുന്നു. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇതാ കണ്ടില്ലേ, ഓരോ തവണ 1, 2, ഒരു 3ാമത് തവണ ഈ ഒരു സോൺ എത്തിയപ്പോൾ കിട്ടി. സോ അപ്പൊ അടുത്ത തവണ നമ്മൾ മാർക്കറ്റ് ഡൗൺ അപ്പ് പോയി തിരിച്ചു വരാൻ നേരത്ത് ഡൗൺ സൈഡ് വന്ന ഏത് റേഞ്ചിൽ സപ്പോർട്ട് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ട്രെൻഡ് ലൈൻ ഉള്ള മേഖലയിൽ സപ്പോർട്ട് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് എക്സാക്ട്ലി അതുപോലെ നടക്കണമെന്നില്ല, ബട്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട് അവിടെ ബയേഴ്സിന്റെ പ്രസൻസ് ഉണ്ടാവും. കണ്ടില്ലേ, മാർക്കറ്റ് ഓരോ തവണ വന്നു ആൻഡ് അപ്സൈഡ് പോയി തിരിച്ച് ഈ ഏരിയ ഈ ഒരു സോൺ എത്തിയപ്പോൾ തന്നെ മാർക്കറ്റ് അപ്സൈഡ് പോയി, വീണ്ടും ഈ സോൺ എത്തിയപ്പോൾ അപ്സൈഡ് പോയി, മാർക്കറ്റ് വീണ്ടും ഈ സോൺ എത്തിയപ്പം അപ്സൈഡ് പോയി. ഇതാ ഈ ഒരു ലോ വന്നപ്പോഴത്തേക്ക് അവിടെ സപ്പോർട്ട് എടുത്തു. കണ്ടില്ലേ, ഈ ഒരു ട്രെൻഡ് ലൈനിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് പൊക്കോണ്ടിരുന്നത്. സോ ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. അതായത് ഒരു വിശ്വാസമാണ്. ആ ഒരു ഏരിയയിൽ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ലൈൻ അവിടെ വിസിബിൾ ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മളെ പോലത്തുള്ള റീറ്റെയിലേഴ്സ് അവിടെ വീണ്ടും ബൈ ചെയ്യുമെന്നുള്ള ഒരു മാർക്കറ്റിന്റെ ഒരു നിയമം, എങ്ങനെ വേണമെങ്കിലും പറയാം നമുക്ക്. സോ ഇവിടെ കണ്ടില്ലേ, ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു. ബട്ട് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തെങ്കിൽ പോലും ആ സോണിൽ മാർക്കറ്റ് പിടിച്ചു നിന്നു. എന്തുകൊണ്ട് പിടിച്ചു നിന്നു? നമുക്ക് വേണമെങ്കിൽ ആ സമയം എന്ത് ചെയ്യാം, ഒരു വേറൊരു കൺസെപ്റ്റ് ഇടാം. അവിടെ ഒരു സപ്പോർട്ട് അല്ലാതെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അവിടെ പിടിച്ചു നിന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. സോറി, പിറകെ പോയി ആഡ് വന്നുകൊണ്ടാണ്. സോ അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റിൽ എന്താണ് വേണ്ടത്, ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഒരു 3-4 തവണ അവിടെ വന്ന് ബയേഴ്സിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഏരിയ എന്താവും, ഒരു സപ്പോർട്ടാവും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആവും. ഓക്കെ, ഞാൻ ജസ്റ്റ് സിംപ്ലി ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇത് വരയ്ക്കുകയാണ് ഞാൻ. ഒരു തവണ വലിയ ഡിമാൻഡ് കാണുന്ന ഏരിയ ആണെങ്കിൽ ഈ ഒരു ഏരിയ ഒരു സെല്ലിൽ നടന്ന മേഖലയാണെന്ന് കരുതുക. തിരിച്ച് ഈ ഡിമാൻഡ് നടന്ന ഏരിയയിൽ വരുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ബയേഴ്സ് എൻ്റർ ആവാൻ സാധ്യതയുണ്ട്. തിരിച്ച് ഇവിടെ ഒരു സെല്ലിൽ നടന്ന മേഖലയാണെന്ന് ചിന്തിക്കുക. ഈ ഏരിയ എത്തുമ്പോഴത്തേക്കും മാർക്കറ്റ് സെല്ലിൽ നടക്കും, ഈ ഏരിയ എത്തുന്ന ബൈയും നടക്കും. ആൻഡ് 3-4 തവണ ഒരു സെല്ലിംഗ് ഏരിയ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്നും ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. സോ ഈ ഏരിയ ബ്രേക്ക് ചെയ്താൽ പിന്നെ തിരിച്ച് ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു സോണ് മേ ബി സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കും. സിമ്പിൾ ആണ് ഒരു ലോജിക് എന്ന് പറയുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ സിമ്പിൾ ലോജിക്കാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഒരു ഏരിയ, ആ ഏരിയയിൽ മുന്നേ ഒരു ബൈയിങ് നടന്നു എന്ന് കണ്ടാൽ ആ ഏരിയയിൽ നിന്ന് ബൈയിങ് പ്രഷർ ഉണ്ടായി മുകളിൽ പോയി ഈ ഏരിയയിൽ ഒരു സെല്ലിംഗ് നടന്നു. ഓക്കെ, ഇപ്പൊ സെല്ലിംഗ് നടന്ന് തിരിച്ച് ഈ മാർക്കറ്റ് സെല്ലിംഗ് നടന്ന് തിരിച്ച് മുന്നേ നടന്ന ബൈയിങ് പ്രൈസിൽ എത്തുമ്പോഴത്തേക്കും ഈ ഏരിയയിൽ ബയേഴ്സ് ആക്റ്റീവ് ആവും. സോ അവിടെ ഒരു സപ്പോർട്ട് ആക്റ്റീവ് ആവും ആൻഡ് മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് പോകും. ഇതൊരു സെല്ലിംഗ് നടന്ന ഏരിയ ആണെങ്കിൽ അവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവും, അവിടെ നിന്ന് തിരിച്ച് ബൈയിങ് വേണമെന്ന സ്ഥലത്തേക്ക് വരും. സോ ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. അത് തന്നെ അവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയുന്നത്, മാർക്കറ്റ് ഒരുപാട് തവണ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നടിച്ചാൽ അവിടെ നിന്നും ആ റെസിസ്റ്റൻസ് പൊട്ടിച്ച് അപ്പ് പോകാനുള്ള ഒരു
ടെൻഡൻസി മാർക്കറ്റ് കാണിക്കും. സോ ആ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ഒരു റീടെസ്റ്റിന് വേണ്ടി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ മുന്നേ പൊട്ടിച്ച റെസിസ്റ്റൻസിൽ ബൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. തിയറിറ്റിക്കലി അവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ട്രെൻഡ് ലൈൻ ആൻഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ സോൺ വരച്ചിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ മേ ബി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് കൂടെ നോക്കാം. ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കുകളിലൊന്ന് ABFRL ആണ്. നമുക്ക് ആ സ്റ്റോക്കിൽ തന്നെ നമുക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരയ്ക്കാൻ പറ്റും നോക്കാം. രണ്ട് കൺസെപ്റ്റുകൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുകയാണ്. ഓക്കെ, ABFRL എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ABFRL കൂടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും നോക്കാം. ABFRL നമുക്ക് നോക്കാം. ABFRL ഒരുപാട് തവണയായിട്ട് ഈ ഒരു സോണിൽ കണ്ടില്ലേ, ഈ ഒരു സോണിൽ മുന്നേ സപ്പോർട്ട് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഒരിക്കൽ ബ്രേക്ക് ചെയ്തെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോൺ ഹോൾഡ് ചെയ്ത് ഓരോ തവണയും ഈ ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അപ്സൈഡ് പോകുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഒന്നും അല്ല, ബട്ട് മാർക്കറ്റിന്റെ ഒരു ദിശ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വരച്ചതേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു സോൺ, ആ ഒരു ബൈയിങ് പ്രഷർ വന്ന സോണിൽ മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. കണ്ടില്ലേ, സപ്പോർട്ട് എടുക്കുന്നു, അപ്സൈഡ് പോകുന്നു. കണ്ടില്ലേ, ഇതാണ് ടിപ്പിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് പെർഫെക്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ ABFRL ഇന്നത്തെ ചാർട്ടുകളിൽ കാണാം. ഇത്ര ലീനിയർ ആയിട്ട് നമ്മൾ വരയ്ക്കാറില്ല എങ്കിൽ പോലും നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനുള്ള എക്സാമ്പിൾ ആണ് ABFRL. നിങ്ങൾ നോക്കി, ഇവിടെ നോക്കിയാൽ നമുക്കറിയാം നമുക്കൊരു ലൈൻ വരയ്ക്കാൻ സാധിക്കും അല്ലേ. നിങ്ങൾ നോക്കി, ഇവിടെ നമുക്ക് സ്പെസിഫിക്കലി നിങ്ങൾക്ക് കാണാൻ കഴിയും മാർക്കറ്റ് ഒരു തവണ ഈ ഏരിയയിൽ നിന്ന് ബയേഴ്സിന്റെ പ്രഷർ ഉണ്ടായി, തിരിച്ച് മാർക്കറ്റ് പോയി, തിരിച്ച് വീണ്ടും ആ ട്രെൻഡ് ലൈൻ വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സോണിലേക്ക് നമുക്ക് മാർക്കറ്റ് വന്നു. ആൻഡ് വീണ്ടും മാർക്കറ്റ് അപ്സൈഡ് പോയി, വീണ്ടും ഈ ഏരിയയിൽ വന്നു. കണ്ടില്ലേ, അപ്പോഴത്തേക്കും തന്നെ ട്രെൻഡ് ലൈൻ ഓൾമോസ്റ്റ്ലി അവിടെ സപ്പോർട്ട് റേഞ്ച് ആയി വർക്ക് ചെയ്തു തുടങ്ങി. ഈ ട്രെൻഡ് ലൈൻ നീട്ടി വരച്ചിട്ട് ആളുകൾ അവിടെ ഈ ഒരു ഏരിയയിൽ വന്ന ബൈ ചെയ്യാനുള്ള ടെൻഡൻസിയോടെ നിന്ന്. ഓക്കെ, കണ്ടില്ലേ, ഓരോ തവണ ഈ ട്രെൻഡ് ലൈനോട് ചേർന്ന് വരുമ്പോഴും മാർക്കറ്റിൽ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. കണ്ടില്ലേ, സിമ്പിളി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഓരോ ട്രെൻഡ് ലൈൻ, അതായത് ഇങ്ങനെ ലീനിയർ ആയിട്ട് നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ കഴിയും. അതിന് നമുക്ക് വേണ്ടത് 2-3 പോയിന്റ് ഇതേപോലെ കണ്ടില്ലേ, 1, 2, 3 3 തവണ വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനുള്ള സെറ്റപ്പിലേക്ക് മാർക്കറ്റ് നീങ്ങി. നമ്മൾ ട്രെൻഡ് ലൈൻ നീട്ടി വരയ്ക്കുക. ഓരോ തവണ ആ സോണിൽ വരുമ്പോഴും നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കൺസെപ്റ്റ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് മാർക്കറ്റിനെ കുറിച്ചിട്ട്. വളരെ വൈകിപ്പോയി വീഡിയോ, 17 സെക്കൻഡോളം 12 മിനിറ്റോളം ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.